ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഹെൽത്ത് നോക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സൂപ്പാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഓട്സ് കഴിക്കാൻ ഇച്ചിരി മടിയുള്ളവരാണ്. അപ്പോൾ എന്നാൽ അതൊരു വെജിറ്റബിൾ സൂപ്പ് പോലെ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ രജനീസ് വെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് ഓട്സ്, അതായത് ഇപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ളതാണ് കേട്ടോ. ഇതൊരു 125 ml, അതായത് ഒരു അരക്കപ്പ് എന്ന് പറയാം, ശരിക്കും പറഞ്ഞാൽ അരക്കപ്പ്. പിന്നെ 1 ടീസ്പൂൺ ചിയ സീഡ്സ്, 1 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ് കാണുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾക്ക് ബ്രക്കോളിയാണ് ഇഷ്ടം, നല്ല ഹെൽത്തി സാധനമാണ് ബ്രക്കോളി. പിന്നെ ഒരു കഷ്ണം ക്യാരറ്റ്, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ടൊമാറ്റോ വേണം. പിന്നെ റെഡ് ക്യാപ്സിക്കം ഒരു ചെറിയ കഷ്ണം, യെല്ലോ ക്യാപ്സിക്കം ഒരു ചെറിയ കഷ്ണം, പിന്നെ ഗ്രീൻ ക്യാപ്സിക്കം ഒരു ചെറിയ കഷ്ണം, സവോള ഒരു ചെറിയ കഷ്ണം. ഓക്കെ, ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഇതിൽ 4-1 മതിയാവും. ക്യാപ്സിക്കം ഇത്രയൊന്നും വേണ്ട, 4-1 5-1 മതിയാവും കേട്ടോ, കാരണം വലിയ ക്യാപ്സിക്കാണ്. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ബ്രക്കോളി നേരത്തെ കാണിച്ച പോലുള്ളൊരു പീസാണ് വേണ്ടത്. ക്യാപ്സിക്കമൊക്കെ ഇത്രയും മതി കേട്ടോ, ഒരു കപ്പിലേക്ക് ധാരാളം മതി. ടൊമാറ്റോ ഇത്രയും മതി. ഒനിയൻ ഒരു പകുതി മതി. ഓക്കെ, ആദ്യമായിട്ട് ഞാനിത് കട്ട് ചെയ്തതെല്ലാം കാണിക്കാം. ഇതെല്ലാം ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഇത് യെല്ലോ ക്യാപ്സിക്കം, തക്കാളി ആൻഡ് പകുതി ഒനിയൻ, കുറച്ച് ബ്രക്കോളി ആൻഡ് കുറച്ച് ക്യാരറ്റ്, ഗ്രീൻ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക്, ഒരു 1/2 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിയില. നമ്മളിത് ആദ്യം തന്നെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം, എല്ലാതും വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ്. ഹെൽത്ത് വൈസ് ഒലിവ് ഓയിൽ വളരെ നല്ലതാണ്. ഒലിവ് ഓയിൽ ഇല്ലയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഓപ്ഷണലാണ്. നമുക്ക് ഇഷ്ടമുള്ള വെളിച്ചെണ്ണയിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ആദ്യം തന്നെ എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു നുള്ള് പെരിഞ്ജീരകവും ഒരു നുള്ള് നല്ല ജീരകവും ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ സബോള ഇടാം. സബോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ ഇതൊന്ന് നല്ലപോലെ ഒരു ചെറുതായിട്ടൊന്ന് മൂത്ത് വരണത്, അപ്പോഴാണ് ഇതിൻ്റെ മൂപ്പിച്ച ഉള്ളിയുടെ ഒരു ടേസ്റ്റും മണമൊക്കെ ഇറങ്ങുള്ളൂ. ഉള്ളി ചെറുതായിട്ട് നിറം മാറി വന്നു. അപ്പോൾ നമ്മൾ ഈ ബ്രക്കോളിയുടെ ചെറിയ തണ്ടുണ്ടല്ലോ അത് ആദ്യം ഇടുക, ക്യാരറ്റ് ഇടുക. ബാക്കിയുള്ളതിനെല്ലാം വേവ് ഭയങ്കര കുറവാണ്. ഇത് രണ്ടും ഇട്ടിട്ട് ഇത്തിരി നേരം ഒന്ന് വഴറ്റുക. അപ്പോൾ ആ തണ്ടെല്ലാം നല്ലപോലെ വേവും. ബ്രക്കോളിയുടെ തണ്ടൊക്കെ നല്ലപോലെ ഒരുമാതിരി വെന്ത പോലെ ആയിട്ടുണ്ട്. ഒന്ന് കടിച്ചു നോക്കിയാലറിയാം, നല്ലപോലെ ഞണങ്ങുന്ന പോലെ ആയിരിക്കും. പിന്നെ നമുക്ക് ബ്രക്കോളി ഇടാം, പച്ചമുളക് ഇടാം. ബ്രക്കോളി വലിയ പീസാക്കിയിട്ടാലും കുഴപ്പമില്ല, അത് പെട്ടെന്ന് ചൂട് തട്ടുമ്പോൾ തന്നെ അതിനൊരു വേവുന്ന പോലെ ആയിരിക്കും. നമുക്ക് 3 തരം ക്യാപ്സിക്കം നമുക്ക് ഇടാം. ടൊമാറ്റോ ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ മതി. ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പുപൊടി ചേർക്കാം. ഉപ്പുപൊടി മാത്രം, ഈ വെജിറ്റബിൾ ഉപ്പുപൊടി കയറാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് ഒലിവ് ഓയിലിന് പകരം വെണ്ണ വേണമെങ്കിൽ ചേർക്കാം, നെയ്യ് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നമ്മൾ കോക്കനട്ട് ഓയിൽ ചേർക്കാം, അതുപോലെ ഗ്രൗണ്ട് നട്ട് ഓയിൽ ചേർക്കാം, എന്ത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ക്യാപ്സിക്കം എല്ലാം. പിന്നെ നമ്മൾ തക്കാളി ചേർക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മുറിച്ച് വയ്ക്കുമ്പോൾ ഒരു ബലം ഉണ്ടാവില്ല, ആ ബലമൊക്കെ ഒന്ന് വിടാം, അത്രയും മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓട്സ് ചേർക്കാം. പിന്നെ ഞാനിത് കഷ്ണം മുറിക്കാൻ സമയത്ത് ഈ ചിയ സീഡ്സും ചിയ സീഡ്സ് എല്ലാം വെള്ളത്തിൽ കുതിർത്തി വെച്ചായിരുന്നു. അപ്പോൾ അത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കാം.
കപ്പ് വെള്ളമൊഴിച്ച് നല്ലപോലെ ഇളക്കാം, തിളയ്ക്കാൻ അനുവദിക്കാം. ഈ മഞ്ഞൾപ്പൊടി ഇടാം, കുരുമുളക് പൊടി ഇടാം, ഗരം മസാല ഇടാം. ഓക്കെ. നമുക്ക് ഈ ഓട്സിന് പകരം നമുക്ക് വേണമെങ്കിൽ റാഗി പൗഡറോ മില്ലറ്റോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓട്സ് പൊതുവെ ആർക്കും താല്പര്യമില്ല കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഓട്സിൻ്റെ വെജിറ്റബിൾ സൂപ്പ് ആദ്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. മില്ലറ്റ് ഉപയോഗിക്കാം. മില്ലറ്റൊക്കെ ആണെങ്കിൽ കുറച്ചിട്ടാൽ മതി, അരക്കപ്പ് പോലും ഇടണ്ട. അരക്കപ്പ് പോയിട്ട് 1/4 കപ്പ് മതിയാവും, ഇഷ്ടം പോലെ ഉണ്ടാവും. അതുപോലെ റാഗി ആണെങ്കിലും അത് 1/4 കപ്പ് 2 സ്പൂണൊക്കെ മതിയാവും ഇതിലേക്ക്. ഇപ്പോൾ ഒരുവിധം വെന്ത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് മുട്ടയുടെ വെള്ളം വേണമെങ്കിൽ ചേർക്കാം. വളരെ ടേസ്റ്റിയാണ് മുട്ടയുടെ വെള്ളം ചേർക്കാൻ. ഞാനൊരിത്തിരി മുട്ടയുടെ വെള്ളം ചേർക്കണം. ഇത് ഓപ്ഷണലാണ്. മുട്ട കഴിക്കാത്തവർക്ക് മുട്ടയുടെ വെള്ളം ചേർക്കണമെന്നില്ല. പക്ഷേ ഹെൽത്തിയാണ്, ഭയങ്കര ഹെൽത്തിയാണ്. മുട്ടയുടെ വെള്ളം ചേർത്ത് ഒന്ന് തിളക്കാൻ അനുവദിക്കുമ്പോൾ മുട്ടയുടെ വെള്ളയൊക്കെ വെന്തിട്ട് വെളുത്ത കളറിൽ വരും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ വെന്തു, മുട്ടയും വെന്തു, എല്ലാം വെന്തു. ഒന്ന് തിളച്ചാൽ മതി മുട്ടയൊക്കെ വേവാനായിട്ട്. വെള്ളയല്ലേ, പിന്നെ നല്ല തിളച്ച വെള്ളം സൂപ്പാണല്ലോ. ഇളക്കി മല്ലിയിലയും കൂടി, മല്ലിയില തണ്ടോട് കൂടി അരിഞ്ഞിടണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇളകുള്ളൂ. അപ്പോൾ നമ്മളെ സ്വാദിഷ്ടമായ സൂപ്പ് വളരെ ഹെൽത്തിയാണ്. ഓട്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക്, എന്നാൽ വെയിറ്റ് ലോസ് ആക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലതാണ്. പെട്ടെന്ന് ദഹിക്കുകയൊന്നുമില്ല. നമ്മൾ ഒന്നിറങ്ങിയ വിശക്കുന്നൊക്കെ ഒന്നും വിചാരിക്കേണ്ട. കാരണം ഇതിനകത്ത് ഫ്ലാക്സ് സീഡും ചിയാ സീഡ്സും ഇട്ടിട്ടുണ്ട്. ദഹിക്കാനൊക്കെ കുറേ സമയമെടുക്കും. ഡയബറ്റിക് ഉള്ളവർക്കൊക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലെ ഹെൽത്തി ഫുഡ്സ് വളരെയധികം കുറേ എനിക്കറിയാവുന്ന റെസിപ്പീസ് എല്ലാം ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാ ഫ്രണ്ട്സിനും ബൈ. ഗുഡ് ഡേ.